Network News is brought to you in association with Coloricals Gold Park, Manufacturers and Wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ താലൂക്ക് തല അദാലത്ത് ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അദാലത്തുകൾ പൊതുജന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന വേദിയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി അഭിപ്രായപ്പെട്ടു. പൊതുജനങ്ങളുടെ പരാതിയിന്മേൽ അതിവേഗം പരിഹാരം കാണുന്ന ജനകീയ അദാലത്ത് മാതൃകാപരമായി. CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗവും കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ KP വത്സലൻ അന്തരിച്ചു. ദീർഘനാളായി ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. 15 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ചെറുതാഴം കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ശനിയാഴ്ച മുച്ചിലോട്ട് ഭഗവതി അരങ്ങിലെത്തും. പെരുങ്കളയാട്ടത്തിന്റെ 3ാം ദിനമായ വെള്ളിയാഴ്ച ഭഗവതിയുടെ പന്തൽ മംഗലത്തിന്റെ സ്മൃതിയിൽ മംഗലക്കുഞ്ഞുങ്ങൾ അരങ്ങിലെത്തി. മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചതോറ്റത്തോടൊപ്പമാണ് മംഗലക്കുഞ്ഞുങ്ങൾ ക്ഷേത്രമുറ്റത്തെത്തിയത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തും ഇൻകോയിസും സംയുക്തമായി പഞ്ചായത്തിലെ 10ാം വാർഡിൽ സുനാമി മോക്ക് ഡ്രിൽ ഒരുക്കി. ഒരു ദുരന്തമുണ്ടായാൽ ഏത് തരത്തിൽ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്താം എന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു മോക്ക് ഡ്രിൽ. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ താലൂക്ക് തല അദാലത്ത് ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അദാലത്തുകൾ പൊതുജന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന വേദിയാണെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. പൊതുജനങ്ങളുടെ പരാതിയിന്മേൽ വളരെ വേഗം പരിഹാരം കാണുന്ന ജനകീയ അദാലത്തുകൾ മാതൃകാപരമാണ്. പുതിയ പരാതികൾ അതാതു വകുപ്പുകൾ പരിശോധിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകും. ഉദ്ഘാടന വേദിയിൽ 10 പേർക്കാണ് മന്ത്രി മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച് അതിന് പരിഹാരമാർഗം കണ്ടെത്താൻ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയും. അതാണ് ഇന്ന ദിവസങ്ങളിൽ ഇത് ആരംഭിച്ച് സംസാരിക്കുന്നത്. പറഞ്ഞത് ഓൺലൈൻ സമർപ്പിക്കാൻ സൗകര്യങ്ങളുണ്ട്. ഇന്ന് നേരിട്ട് സമർപ്പിക്കുന്ന കാര്യങ്ങളിൽ നേരത്തെ ലഭിച്ചവർക്ക് പരിഹാരം കാണുന്ന പോലെയുണ്ട് നടപടി സ്വീകരിക്കുന്നത്. അതിപ്പോൾ പ്രായോഗികമായി സാങ്കേതിക അസൗകര്യങ്ങളുണ്ട്. ടി മധുസൂദനൻ MLA അധ്യക്ഷനായി. M വിജിൻ MLA, ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള ADM C പത്മചന്ദ്രക്കുറുപ്പ്, ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ, പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗവും കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ KP വത്സലൻ അന്തരിച്ചു. ദീർഘനാളായി ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗവും കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ KP വത്സലൻ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് മരണമടഞ്ഞത്. പക്ഷാഘാതം മൂലം ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. CPIM ചെറുവത്തൂർ ഏരിയ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്.
പയ്യന്നൂർ സഹകരണ ആശുപത്രി മോർച്ചറിക്ക് മുന്നിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, MLA-മാരായ TA മധുസൂദനൻ, M രാജഗോപാലൻ, പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, VPP മുസ്തഫ, PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് മൃതദേഹം ചെറുവത്തൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോയി. സംസ്കാരം 8 മണിയോടെ കള്ളപ്പാത്തി പൊതുശ്മശാനത്തിൽ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 15 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ചെറുതാഴം കോക്കാട്ട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ശനിയാഴ്ച മുച്ചിലോട്ട് ഭഗവതി അരങ്ങിലെത്തും. പെരുങ്കളയാട്ടത്തിന്റെ 3ാം ദിനമായ വെള്ളിയാഴ്ച ഭഗവതിയുടെ പന്തൽ മംഗലത്തിന്റെ സ്മൃതിയിൽ മംഗലക്കുഞ്ഞുങ്ങൾ അരങ്ങിലെത്തി. മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരമാണ് പന്തൽ മംഗലം. മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റത്തോടൊപ്പമാണ് മംഗലക്കുഞ്ഞുങ്ങൾ ക്ഷേത്രമുറ്റത്തെത്തിയത്. കുളിച്ച് കുറിതൊട്ട് കസവുടുത്ത് ആഭരണങ്ങൾ ധരിച്ച് മുല്ലപ്പൂവും ചൂടി അണിഞ്ഞൊരുങ്ങിയാണ് കുട്ടികൾ അരങ്ങിലെത്തിയത്. പുതുവസ്ത്രവും ആഭരണങ്ങളും ധരിച്ച് അണിഞ്ഞൊരുങ്ങിയ ബാലികമാർ കൗതുക കാഴ്ചയൊരുക്കി. അച്ഛന്റെയോ അടുത്ത ബന്ധുവിന്റെയോ ചുമലിലേറിയാണ് കുഞ്ഞുങ്ങൾ ഉച്ചത്തോറ്റത്തിൽ പങ്കുചേർന്നത്. ചെണ്ടയുടെ പതിഞ്ഞ താളത്തിൽ ഇഷ്ടദേവതയായ മുച്ചിലോട്ട് ഭഗവതിയുടെ തോറ്റംപാട്ടിൽ മുഖരിതമായ സന്നിധിയിൽ ദേവിയുടെ തോറ്റത്തിനൊപ്പം മംഗലക്കുഞ്ഞുങ്ങൾ ക്ഷേത്രത്തെ വലം വച്ചു. ദേവിയുടെ പന്തൽ മംഗലത്തെ അനുസ്മരിച്ച് നടക്കുന്ന ചടങ്ങ് കഴിയുന്നതോടെ കുഞ്ഞുങ്ങൾ മുച്ചിലോട്ടമ്മയുടെ ചങ്ങാതിമാരായി മാറുമെന്നാണ് വിശ്വാസം. ശനിയാഴ്ച ഉച്ചയ്ക്ക് ദേവിയുടെ ആത്മാഹൂതിയെ ഓർമ്മിപ്പിച്ച് കലശം കുളിച്ച ബാല്യക്കാരും ഭഗവതിയുടെ പ്രതിപുരുഷനും മേലേരി കൈയേൽക്കും. തുടർന്ന് ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തെ കൈലാസക്കല്ലിൽ ചെക്കിപ്പൂമാലകളാൽ അലങ്കൃതമായ തിരുമുടി ഉയരും. ഈ കാഴ്ചയ്ക്കായി കാത്തിരുന്ന വിശ്വാസികളും ആചാരക്കാരും ഭഗവതിയെ അരിയെറിഞ്ഞു വരവേൽക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പൊതുജനങ്ങളുടെ പരാതിയിന്മേൽ അതിവേഗം പരിഹാരം കാണുന്ന ജനകീയ അദാലത്ത് മാതൃകാപരമായി. പയ്യന്നൂർ താലൂക്ക് അദാലത്തിൽ നിരവധി പേർക്കാണ് തത്സമയം പ്രശ്നപരിഹാരം ലഭിച്ചത്. പുതിയ പരാതികൾ അതാത് വകുപ്പുകൾ പരിശോധിച്ച് 2 ആഴ്ചക്കുള്ളിൽ തന്നെ മറുപടി നൽകും. കരുതലും കൈത്താക്കും എന്ന പേരിൽ പരാതി പരിഹാര അദാലത്ത് നടക്കുകയാണ്. താലൂക്ക് തലത്തിൽ മന്ത്രിമാർ തന്നെ നേരിട്ടെത്തി ജനങ്ങളുമായി സംവദിച്ച് അവരുടെ പരാതികൾ സ്വീകരിക്കുകയും പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ തത്സമയം തന്നെ പരിഹരിക്കാവുന്ന ഏറ്റവും ഉദാത്തമായ കാര്യം തന്നെയാണ് നടക്കുന്നത്. MLA-മാരെയും അതുപോലെ മന്ത്രിമാരെയും ഒക്കെ നേരിട്ട് മുഖാമുഖം കണ്ട് തങ്ങളുടെ പരാതികൾ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വേദിയായി തന്നെ ഈ കരുതലും കൈത്താങ്ങും എന്ന ഈ പരാതി പരിഹാര അദാലത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. നാടിന്റെ നാനാഭാഗത്തു നിന്നും അദാലത്തിൽ പങ്കെടുക്കുവാനെത്തിയ പലർക്കും തത്സമയം തന്നെ തങ്ങളുടെ പരാതിക്ക് പരിഹാരം ലഭിച്ചതിന്റെ സന്തോഷമുണ്ടായിരുന്നു. പ്രവാസികളായ നാലകത്ത് മൊയ്തീന്റെയും മുഹമ്മദ് ഹാരിസിന്റെയും 7ാം ഗ്രാമപഞ്ചായത്തിലെ 4 നില വാണിജ്യ സമുച്ചയത്തിന് കെട്ടിട നമ്പർ അനുവദിക്കാൻ കരുതലും കൈത്താങ്ങും പയ്യന്നൂർ താലൂക്ക് അദാലത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർദ്ദേശിച്ചു. 2020 പെർമിറ്റ് ലഭിച്ച കെട്ടിടത്തിന് നമ്പറിനായുള്ള നീണ്ട കാത്തിരിപ്പാണ് ഈ അദാലത്തിൽ അറുതിയായത്. കൂടാതെ ശരീരം തളർന്നുപോയ ആഷ്ലിക്ക് പെട്ടിക്കട തുടങ്ങുവാനുള്ള ധനസഹായം സാമൂഹ്യനീതി വകുപ്പ് നൽകും. ശരീരത്തിന്റെ വലതുവശം തളർന്നുപോയ ഹൃദയ സംബന്ധമായ അസുഖമുള്ള ഓട്ടോ ഡ്രൈവർ ചെറുപുഴ ചുണ്ട സ്വദേശി ആഷ്ലി ജെയ്സനാണ് പെട്ടിക്കട തുടങ്ങാൻ സാമ്പത്തിക സഹായം അനുവദിക്കാൻ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർദ്ദേശം നൽകിയത്. കാനായി കൊഴുമൽ രാഘവന് കടമുറി നിർമ്മിക്കുന്നതിനായി നേരിട്ട തടസ്സം മാനുഷിക പരിഗണന നൽകി പരിശോധിച്ച് പരിഹരിക്കാൻ പയ്യന്നൂർ നഗരസഭാ സെക്രട്ടറിക്ക് പയ്യന്നൂർ താലൂക്ക് അദാലത്തിൽ നിർദ്ദേശം നൽകി. അനാരോഗ്യം കാരണം ജോലി ചെയ്യാൻ സാധിക്കാത്ത തിരുമേനി സ്വദേശി R മോഹനൻ, കാർഷിക വൈദ്യുത കണക്ഷനായി അപേക്ഷിച്ച VV ശിവരാമൻ, ഭിന്നശേഷിക്കാരനായ കുഞ്ഞിമംഗലം സ്വദേശി MK രവീന്ദ്രൻ തുടങ്ങിയവർക്കും പയ്യന്നൂർ താലൂക്ക് അദാലത്തിൽ ഏറെക്കാലമായി കാത്തിരുന്ന സഹായം ലഭ്യമായിട്ടുണ്ട്. ഇത്തരത്തിൽ നിരാലംബരായ നിരവധി ആളുകൾക്കാണ്
പയ്യന്നൂർ താലൂക്ക് അദാലത്തിൽ പ്രശ്നപരിഹാരം ലഭിച്ചിരിക്കുന്നത്. കരുതലും കൈത്താങ്ങും എന്ന പേര് അന്വർത്ഥമാക്കും വിധം തന്നെയാണ് രാവിലെ മുതൽ പരാതി പരിഹാര അദാലത്ത് ഇവിടെ നടന്നത്. അംഗപരിമിതരായവർ, വീൽ ചെയറിലെത്തിയവർ, അങ്ങനെ എല്ലാവരെയും മന്ത്രിയും MLAയും നേരിട്ട് കണ്ട് അവരുടെ പരാതികൾ സ്വീകരിക്കുകയും അവിടെ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ സമയം തന്നെ പരിഹരിച്ച് നൽകുകയും ചെയ്യുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. മുകളിലെ ഹാളിലായിരുന്നു പരാതികൾ സ്വീകരിച്ചിരുന്നത്. എന്നാൽ അംഗപരിമിതരായവർ വീൽ ചെയറിൽ മുകളിലെത്താൻ കഴിയാത്തതുകൊണ്ട് മന്ത്രി അടക്കം താഴെ എത്തി അവരെ നേരിട്ട് കണ്ട് പരാതി സ്വീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത്തരത്തിൽ കൃത്യമായ ഇടപെടലുകൾ തന്നെയാണ് ഈ പരാതി പരിഹാര അദാലത്തിൽ രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. പലവിധങ്ങളായ ആവശ്യങ്ങളുമായാണ് താലൂക്ക് തല അദാലത്തിൽ രാവിലെ മുതൽ തന്നെ ആളുകൾ എത്തിയത്. തീർപ്പാക്കാൻ കഴിയുന്നവ തത്സമയം തീർപ്പാക്കി കിട്ടിയതിന്റെ ആശ്വാസവുമായി മടങ്ങിയവരും ഏറെയാണ്. അവരിലൊരാളായ കണ്ടോന്താറിലെ M രാമചന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസുമായി ആ സന്തോഷം പങ്കുവച്ചു. തളിപ്പറമ്പിലെ ഇക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിൽ പാർട്ട് ടൈം ജോലിക്കാരനായിരുന്നു MRC എന്നറിയപ്പെടുന്ന M രാമചന്ദ്രൻ. ഒന്നിനു പിറകെ ഒന്നായി പക്ഷാഘാതമടക്കമുള്ള രോഗങ്ങൾ വേട്ടയാടിയപ്പോൾ ജീവിതം വീട്ടിലൊതുങ്ങിപ്പോയി. ക്യാൻസർ സർവൈവർ ആയതിനുശേഷം ഭക്ഷണകാര്യത്തിലും പഥ്യം വന്നു തുടങ്ങി. കട്ടിയുള്ള ആഹാരം ദഹിക്കാൻ പാട് ആയതിനാൽ ആകെ കഴിക്കാൻ കഴിയുന്ന റേഷൻ അരി എല്ലാ മാസവും 15 കിലോയെങ്കിലും റേഷൻ നിരക്കിൽ ലഭ്യമാക്കണമെന്നായിരുന്നു രാമചന്ദ്രന്റെ അപേക്ഷ. ഉടനടി അത് പരിഹരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു രാമചന്ദ്രനും ഭാര്യ TV രേണുകയും. വന്നതാണ് 3.5 വർഷമായി. ഒരുപാട് തളർന്നിട്ടാണ്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഒരു 15 വർഷം മുന്നേ ഒരു ക്യാൻസർ പേഷ്യൻ്റ് കൂടിയാണ് വയറ്റിൽ. അപ്പോൾ പുറത്തുനിന്നുള്ള അരി വാങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വയറ്റിൽ പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു മാസത്തിൽ ഒരു 15 കിലോ അരിയെങ്കിലും റേഷൻ വിലക്ക് എനിക്ക് സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് അത് ചെയ്യാം, അതേ പറ്റുന്നുണ്ട് വേണം. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയാലും അത് പറ്റുന്നില്ല. അപ്പോൾ പറഞ്ഞ് അത് തരാം. പിന്നെ ക്യാൻസർ രോഗത്തിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇവിടെ സപ്ലൈ ഓഫീസിൽ കൊടുത്ത് ഹാജരാക്കിയാൽ അത് പെട്ടെന്ന് തരാമെന്ന് പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂരിൽ നടന്ന താലൂക്ക് തല അദാലത്തിൽ പരാതികളുമായി എത്തിയവർക്ക് ഉച്ചഭക്ഷണം നൽകി DYFI പ്രവർത്തകർ. DYFI ഹൃദയപൂർവ്വം പരിപാടിയുടെ ഭാഗമായാണ് പൊതിച്ചോറ് വിതരണം ചെയ്തത്. താലൂക്കിന്റെ കിഴക്കൻ മേഖലകളിൽ നിന്നുൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് രാവിലെ മുതൽ തന്നെ അദാലത്ത് നടന്ന പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നത്. ഭിന്നശേഷിക്കാരും രോഗികളുമെല്ലാം ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവർക്ക് ഓഡിറ്റോറിയത്തിൽ തന്നെ ഉച്ചഭക്ഷണം എത്തിച്ചു നൽകുകയായിരുന്നു DYFI ചെയ്തത്. DYFIയുടെ ഹൃദയപൂർവ്വം പരിപാടിയുടെ ഭാഗമായാണ് പയ്യന്നൂരിലെ വിവിധ യൂണിറ്റുകളിലെ വീടുകളിൽ നിന്നും ശേഖരിച്ച ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തത്. ഇന്നിപ്പോൾ ഇവിടെ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ പയ്യന്നൂർ താലൂക്ക് തല അദാലത്ത് നടക്കുകയാണ്. അതിലെത്തിയിട്ടുള്ള 100 കണക്കിനായിട്ടുള്ള ഈ താലൂക്കിൻ്റെ മലയോര മേഖലയിൽ നിന്നുൾപ്പെടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ അവരുടെ പ്രയാസവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് DYFIയുടെ ഹൃദയപൂർവ്വം ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി ഇവിടെ നമ്മുടെ പയ്യന്നൂർ ബ്ലോക്കിലെ വിവിധ മേഖലകളിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള വീടുകളിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള പൊതിച്ചോർ അവർക്ക് നൽകണം എന്നാണ് DYFI തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് DYFIയുടെ പ്രവർത്തകരായിട്ടുള്ള നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ഈ പ്രവർത്തനം നമുക്ക് ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും ഉച്ചഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് കരുതുന്നത്. VK നിഷാദ്, TCV നന്ദകുമാർ, K മനുരാജ്, മുഹമ്മദ് ഹാഷിം, B ബബിൻ, നിതിൻ TV, ഉദയ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചെറുതാഴം കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര ഭണ്ഡാരപുരയിൽ കന്നിക്കൊട്ടിലയിൽ കുടിയിരുത്തിയ അച്ചുസങ്കല്പം ഏറെ പ്രസിദ്ധമാണ്. ഇത് കോക്കാട്ട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേകതയാണ്. മുച്ചിലോട്ട് ഭഗവതി കോക്കാടെത്തിയതിനു പിന്നിലെ ഐതിഹ്യം പ്രസിദ്ധമാണ്. വളപട്ടണം ദേശത്ത് നിന്ന് ചെറുതാഴം ഉളിയത്ത് ദേശത്തേക്ക് വിവാഹിതയായി വന്ന പാറമ്മൽ തറവാട്ടംഗമായിരുന്ന ഒരു സ്ത്രീ വളപട്ടണം മുച്ചിലോട്ടുകാവിൽ കളിയാട്ട സമയത്ത് ദർശനം നടത്താൻ പോവുകയുണ്ടായി. ഭാര്യയും ഭർത്താവും ചേർന്നാണ് കളിയാട്ടത്തിന് പോയത്. എന്നാൽ അവർക്ക് അവിടെ വേണ്ട സ്വീകാര്യത കിട്ടിയില്ലെന്ന് മാത്രമല്ല, അപമാനവും നേരിട്ടുവത്രേ. സാമ്പത്തികമായി നല്ല നിലയിലല്ലാതിരുന്ന ആ അമ്മ അവരുടെ സങ്കടം ദേവിയോട് ഉണർത്തിച്ചു. അതുപ്രകാരം ദേവി അവരുടെ കൂടെ തന്നെ ഭവനത്തിലേക്ക് എഴുന്നള്ളി എന്നുമാണ് സങ്കല്പം. ഒരു മരപ്പെടുതലായിരുന്നു.
അപ്പോൾ ആ പൂർവികർ ചെയ്തു വെച്ച ഒരു മരപ്പീഠത്തിലാണ് ആ സങ്കല്പം ചെയ്തത്. അപ്പോൾ അതിനുശേഷം 99 നവീകരണ കലശം നടന്നു. എല്ലാ ക്ഷേത്രങ്ങൾക്കും മരപ്പീഠ ഉണ്ടായത് മാറ്റിയിട്ട് കരിങ്കൽപ്പീടാക്കി. ആ കരിങ്കൽപ്പീടാക്കുന്ന സമയത്ത് അച്ചിയമ്മക്കും കരിങ്കൽപ്പീഠം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നിവേദ്യത്തിൻ്റെ കണക്കെങ്ങനെയാണെന്ന് പറഞ്ഞാൽ തന്ത്രി വരുന്ന ക്ഷേത്രത്തിൽ അഭിഷേകങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട ചടങ്ങുകൾ വരുമ്പം അച്ചിയമ്മയെടുക്കും തുറന്നിട്ട് അഭിഷേകം ചെയ്യും. പിന്നെ സാധാരണ കൃത്യമായിട്ട് വർഷാവർഷം ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യമാണ് അച്ചിയമ്മക്ക് തുറന്ന് നിവേദ്യം കൊടുക്കും. ഒന്ന് പുത്തരീൻ്റെ സമയത്ത് അവരെ ഉത്തരവാദിത്തപ്പെട്ടവർ വന്നിട്ട് അത് ചെയ്തു കൊടുക്കും. അപ്പോൾ ഒന്ന് ഈ ലാമാസം 12-ാം തീയതി അന്നാണ് അച്ചിയിൽ മറിയൂട്ട്. അതിൻ്റെ സങ്കല്പമാണ്. അത് ഒരുപാട് ആൾക്കാർ കൂടും. നാട്ടിൽ നിന്ന് വ്യത്യസ്തമായ ആൾക്കാരിൽ നിന്ന് ജാതി മതഭേദമില്ലാതെ ആൾക്കാർ നിവേദ്യത്തിന് വേണ്ടിയിട്ട് അരി, വെല്ലം, തേങ്ങ ഇതെല്ലാം കൊണ്ടുവരും. അപ്പോൾ അത് വലിയൊരു ജനപങ്കാളിത്തത്തോടുകൂടി ഇന്നും നടത്തിപ്പോകുന്ന ഒരു കാര്യമാണ്. ദേവീ ചൈതന്യം കോക്കാടെത്തിക്കാൻ കാരണബോധിയായ ആ അമ്മയുടെ ശിഷ്ടജീവിതം കോക്കാട് തന്നെ ജീവിക്കുകയുണ്ടായി. ഒരു ദിവസം എണ്ണ തേച്ച് കുളിക്കാനായി പോയ അമ്മ തിരിച്ചു വന്നില്ല. പ്രശ്നചിന്തയിൽ ആ മാതാവ് ദൈവചിന്തയുടെ ഭാഗമാണെന്ന് കണ്ടു. ആ ദേവീ ചൈതന്യമാണ് ഇന്ന് കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പണ്ടാരപ്പുരയിൽ കന്നിക്കൊട്ടിലയിൽ കുടിയിരുത്തിയ അച്ചി സങ്കല്പം. എല്ലാ തുലാമാസം 12-ാം തീയതിയും അച്ചിക്ക് മറിയൂട്ട് അടിയന്തരം നടത്താറുണ്ട്. അലങ്കാര ദീപപ്രഭയിൽ തിളങ്ങി പെരുങ്കളിയാട്ടം നടക്കുന്ന കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം. പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി ഒരുക്കിയ അലങ്കാര ദീപങ്ങൾ വർണ്ണമനോഹരമായ കാഴ്ചയാണ് കളിയാട്ട നഗരിയിൽ എത്തുന്നവർക്ക് സമ്മാനിക്കുന്നത്. 15 സംവത്സരങ്ങൾക്ക് ശേഷമാണ് കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം നടക്കുന്നത്. കണ്ണഞ്ചിപ്പിക്കുന്ന ദീപാലങ്കാര പ്രഭയിലാണ് ക്ഷേത്രവും പരിസരവും. ഇവിടുത്തെ ദീപാലങ്കാര കാഴ്ചകൾ നമുക്ക് നേരിട്ട് കണ്ടാസ്വദിക്കാം. ഒന്നര പതിറ്റാണ്ടിന് ശേഷം വിരുന്നെത്തിയ കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം നാടിന്റെ ജനകീയ ഉത്സവമായി മാറിക്കഴിഞ്ഞു. അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. റോഡിന് ഇരുവശങ്ങളിലും മിന്നിത്തെളിയുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള അലങ്കാര ലൈറ്റുകൾ ഏവരെയും ആകർഷിക്കുകയാണ്. കവാടത്തിലും ക്ഷേത്ര മതിൽക്കെട്ടിനു ചുറ്റിലുമെല്ലാം വ്യത്യസ്തങ്ങളായ ദീപാലങ്കാരം ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിന് സമീപത്തെ കൂറ്റൻ ദീപാലങ്കാരം ഏവരുടെയും മനം കവരുന്നു. മുച്ചിലോട്ട് ഭഗവതിയും ഗണപതിയും ദേവീദേവന്മാരുമെല്ലാം ദീപാലങ്കാരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 15 സംവത്സരങ്ങൾക്ക് ശേഷം കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം നടക്കുമ്പോൾ മനോഹരമായ രീതിയിലുള്ള ദീപാലങ്കാരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റി ഭാരവാഹികളെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം സാർ, പേരെന്താ? ഞാനൊരു ഗണേശൻ അല്ലേ? ആരൊക്കെയാണ് നിങ്ങളുടെ കമ്മിറ്റി അംഗങ്ങൾ? ആരൊക്കെയാണ്? ഞാൻ നമ്മുടെ കമ്മിറ്റി, ഞാൻ EV ഗണേശൻ, ഞാൻ എൻ്റെ ചെയർമാനാണ് ലൈറ്റ് സൗണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ ഗോവിന്ദൻ, നടുവിലത്ത് ഗോവിന്ദൻ, അവർ ഇതിന്റെ കൺവീനറാണ്. അതുപോലെ തന്നെ ഷാനി വി, അതുപോലെ തന്നെ അർജുനൻ, സി കൃഷ്ണൻ. കൃഷ്ണന്റെ ഒക്കെ കോർഡിനേഷന്റെ മെയിൻ കമ്മിറ്റിപ്പെട്ട ഒരാളാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ സമയം ലൈറ്റ് സൗണ്ട് കൈകാര്യം ചെയ്യുന്നത് പ്രദീപ് ലൈറ്റ് സൗണ്ടിന്റെ പ്രവർത്തകരാണ്. ഇവർ 2 പേരാണ് എന്റെ ആൾക്കാർ. എന്തൊക്കെ ഒരുക്കങ്ങളാണ് നിങ്ങൾ ചെയ്തിരുന്നത്? എത്ര കാലമായി ഇതിനു വേണ്ടി? ശരിക്കും 1 വർഷമായി ഇതിന്റെ പിന്നിൽ. ഇതിന്റെ ആദ്യമേ ടെൻഡർ കുറച്ച് കൂടുതൽ 4-5 ആൾക്കാർ ടെൻഡർ തന്നു. അതിൽ ഏറ്റവും നല്ല ടെൻഡർ കൊട്ടേഷൻ വരുന്നതായിരുന്നു. ഇവർക്ക് നമ്മൾ അതിന്റെ ഇത് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ അതിന് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ നല്ല ദീപാലങ്കാരം കണ്ടില്ല, നല്ല ദീപാലങ്കാരം പോലെ ലൈറ്റുകൾ നല്ല രീതിയിൽ വേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല എത്ര ദിവസമായി ദീപാലങ്കാരം തുടങ്ങിയിട്ടിപ്പോൾ ഒരു മാസം മുന്നേ ശരിക്കും റോഡ് സൈഡിൽ ഒരു മാസം മുന്നേ കണ്ടില്ലേ ഞങ്ങൾ റോഡ് സൈഡിൽ കംപ്ലീറ്റ് 1 മാസം മുന്നേ ശരിക്കും തുടങ്ങി വരും. 1 മാസം മുന്നേ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പിന്നെ ഇതിലേക്ക് എത്തിയത്.
അതുപോലെ ശബ്ദവും വെളിച്ചവും നൽകുന്നതിൽ നമ്മുടെ പ്രദീപ് ലൈറ്റ് ആൻഡ് സൗണ്ട് വളരെ ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രദീപേട്ട, ഒരുപക്ഷെ ഒരു തൃശ്ശൂർ പൂരത്തെ വെല്ലുന്ന രീതിയിലുള്ള ദീപാലങ്കാരമാണ് നിങ്ങളിവിടെ കോക്കാട് മുച്ചിലോട്ട് ഒരുക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ? പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് കുറേയായി, നമ്മൾ തുടങ്ങിയിട്ട് കുറേതായി തുടങ്ങിയിട്ട് പണിക്കാർ കുറേയുണ്ട്. ഈ പ്രധാനമായിട്ട് എന്തൊക്കെ ദീപാലങ്കാരങ്ങളാണ് നിങ്ങൾ ഒരുക്കിയിരിക്കുന്നത്? ഏകദേശം എത്ര കിലോമീറ്റർ വരും ഇതിന്റെ? 24 കിലോമീറ്റർ. എന്തൊക്കെ ലൈറ്റുകളാണ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്? ചിപ്പ് ലൈറ്റ്, പിന്നെ ട്യൂബ് ലൈറ്റ്, പിന്നെ ഒരു വാൾസ് കൂടിയ ലൈറ്റ്. ഒരുപക്ഷെ നമ്മുടെ ഈ ക്ഷേത്രത്തിന് ചുറ്റിലും നമ്മുടെ പിറകിൽ കാണുന്ന മുച്ചിലോട്ട് ഭഗവതിയും അതുപോലെ തന്നെ ഒരു കൂറ്റൻ വാള് ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? എല്ലാം ഇവിടെ വന്ന് സെറ്റാക്കിയിട്ട് എന്ത് തോന്നുന്നു മുച്ചിലോട്ട് ഇപ്രാവശ്യത്തെ ദീപ സംവിധാനം? മോശമല്ലാന്ന് തോന്നുന്നു. പരമാവധി നമ്മളെ കൊണ്ട് ആവുന്നുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. കമ്മിറ്റിക്ക് ബുദ്ധിമുട്ടില്ലാതെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആളുകളുടെ നല്ല അഭിപ്രായം വരുന്നുണ്ട് അല്ലേ? ഒരുപക്ഷെ തൃശ്ശൂർ പൂരത്തെ വെല്ലുന്ന രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ. പെരുങ്കളിയാട്ട് നഗരിയിലെ മുഖ്യ ആകർഷകമാണ് ദീപാലങ്കാരങ്ങൾ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനും അപ്പുറമാണ് ഇവിടുത്തെ ദീപാലങ്കാര കാഴ്ചകൾ. കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തും ഇൻകോയ്സും സംയുക്തമായി പഞ്ചായത്തിലെ 10ാം വാർഡിൽ സുനാമി മോക്ക് ഡ്രിൽ ഒരുക്കി. ഒരു ദുരന്തമുണ്ടായാൽ ഏത് തരത്തിൽ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്താമെന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു മോക്ക് ഡ്രിൽ. സുനാമി മുന്നറിയിപ്പ് നൽകി വാഹനത്തിൽ അനൗൺസ്മെന്റ് മുഴങ്ങുന്നു. കടലോരവാസികൾ വലിയ ജാഗ്രതയിൽ സുരക്ഷിതമായ വീടുകളിലേക്കും പ്രധാന റോഡിലേക്കുമായി ഓടിക്കയറുന്നു. വലിയപറമ്പ് 12-ൽ ബീച്ച് റോഡിലും പരിസരത്തുമായി നാട്ടുകാരെ ഉത്കണ്ഠപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഉണ്ടായത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തും ഇൻകോയ്സും സംയുക്തമായി പഞ്ചായത്തിലെ 10ാം വാർഡിൽ ഒരുക്കിയ സുനാമി മോക്ക് ഡ്രിൽ ആയിരുന്നു അരങ്ങേറിയതെന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാനായിരുന്നില്ല. കടപ്പുറത്തു നിന്നും നിരവധി ആംബുലൻസിൽ ആളുകളെ കയറ്റി പഠനക്കടപ്പുറം ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന രക്ഷാപ്രവർത്തനമാണ് നേരത്തെ തയ്യാറാക്കിയ രീതിയിൽ നടന്നത്. അനൗൺസ്മെന്റ് വന്നതോടെ ആളുകളെ കൂട്ടത്തോടെ കടലോരത്തു നിന്നും വീടുകളിൽ നിന്നുമായി ഒഴിപ്പിച്ചു. 100-ലധികം ആളുകളെ ഒഴിപ്പിച്ച് ബീച്ചാരക്കടവ് മദ്രസയിൽ ക്യാമ്പിൽ എത്തിക്കുകയായിരുന്നു. ചന്ദേര പോലീസ്, അഗ്നിരക്ഷാസേന, തൃക്കരിപ്പൂർ തീരദേശ പോലീസ്, റവന്യൂ, മോട്ടോർ വെഹിക്കിൾ വിഭാഗം, ഫിഷറീസ്, ആരോഗ്യവകുപ്പ്, അഗ്നിരക്ഷാ റെസ്ക്യൂ ടീം, പഞ്ചായത്ത് ദുരന്ത നിവാരണ സേന അംഗങ്ങൾ എന്നിവർ ആളുകളെ ഒഴിപ്പിക്കുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി. 1000-ഓളം ആളുകൾ മോക്ക് ഡ്രിൽ വീക്ഷിക്കുന്നതിനായി വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. സബ് കളക്ടർ പ്രദീപ് ജെയിൻ, ADM P അഖിൽ, ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത്, SIമാർ തുടങ്ങി നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ, ജില്ലാ ഫയർ ഓഫീസർ B രാജ്, കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ പവിത്രൻ തുടങ്ങിയ ഉദ്യോഗസ്ഥർ ക്യാമ്പ് സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. സിവിൽ ഡിഫൻസ് ആപദാമിത്രം കോർഡിനേറ്റർമാരായ K വിനീഷ് കുമാർ, K ഗോപി ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലുള്ളവരും, പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ, വൈസ് പ്രസിഡന്റ് P ശ്യാമള, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, വലിയപറമ്പ് വില്ലേജ് അധികൃതർ, ആരോഗ്യവകുപ്പിലെ ജീവനക്കാർ ഉൾപ്പെടെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. ഒരു ദുരന്തമുണ്ടായാൽ ഏതുതരത്തിൽ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്താം എന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു മോക്ക് ഡ്രിൽ. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഭിന്നശേഷി കുട്ടികൾക്കുള്ള തൊഴിൽ സാധ്യതകൾ ഒരുക്കാൻ മാടായി BRCയുടെ നേതൃത്വത്തിൽ 18 വയസ്സ് കഴിഞ്ഞ ഭിന്നശേഷി കുട്ടികളുടെ കൂട്ടായ്മ രൂപീകരിച്ചു. SSK ജില്ലാ പ്രോജക്ട് പ്രോഗ്രാം ഓഫീസർ PK സബിത്ത് ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനുള്ള ശ്രമമാണ് BRC മാടായിയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. ഭിന്നശേഷി കുട്ടികൾക്കുള്ള തൊഴിൽ സാധ്യതകൾ ഒരുക്കാൻ മാടായി BRCയുടെ നേതൃത്വത്തിൽ 18 വയസ്സു കഴിഞ്ഞ ഭിന്നശേഷി കുട്ടികളുടെ കൂട്ടായ്മ രൂപീകരിച്ചു. സബ് ജില്ലയിലെ 200ഓളം വരുന്ന കുട്ടികളെ കൂടെ ചേർത്ത് നിർത്തുകയും അവരുടെ ഭാവി ജീവിതം മെച്ചപ്പെടുത്താൻ ഉതകുന്ന സ്വയം പര്യാപ്തത നേടാൻ സഹായകമാകുന്ന നല്ല നിർദ്ദേശങ്ങൾ വ്യവസായ വകുപ്പുമായി ചേർന്ന് നടത്തിയ പ്രോഗ്രാമിൽ അവതരിപ്പിച്ചു.
രക്ഷിതാക്കളും കുട്ടികളുമായി 100ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. SSK ജില്ലാ പ്രൊജക്ട് പ്രോഗ്രാം ഓഫീസർ PK സബിത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിനെ സാധ്യതയാക്കി മാറ്റുന്ന ഒരു കാലത്ത് കൂടിയാണ് നാം സഞ്ചരിക്കുന്നത്. നമുക്ക് അനുതാപമോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ മുഖത്തുള്ള ദുഃഖഭാവമോ അതൊന്നുമല്ല നമ്മുടെ ആവശ്യം. നമ്മുടെ ഉള്ളിലുള്ള ആർജവത്തെ കൃത്യമായി പുറത്തേക്ക് കൊണ്ടുവന്ന് അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിന്റെ എല്ലാ വെല്ലുവിളികളെയും ഏറ്റെടുക്കുവാൻ പര്യാപ്തമായ തരത്തിലേക്ക് മാറുമ്പോഴാണ്. SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ രാജേഷ് കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ രമ P, മാടായി BRC ട്രെയിനർ സതീശൻ AV, വിനോദ് മാസ്റ്റർ, K രഞ്ജിത്ത്, മോഹനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കാസർഗോഡ് ജില്ലയിലെ തീരദേശ പഞ്ചായത്തുകളിലെ അയൽക്കൂട്ട അംഗങ്ങളെ പങ്കെടുപ്പിച്ച് 3 ദിവസങ്ങളിലായി വലിയ പറമ്പിൽ നടക്കുന്ന തീരസംഗമത്തിന് തുടക്കമായി. 3 ദിവസം നീളുന്ന തീരസംഗമത്തിന് വെള്ളിയാഴ്ച കുടുംബശ്രീ പ്രവർത്തകരുടെ ഘോഷയാത്രയോടെയാണ് തുടക്കമായത്. തീരമേഖലയിലെ അയൽക്കൂട്ടങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നതിനും വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന വലിയ പറമ്പിന്റെ ടൂറിസം സാധ്യത വിലയിരുത്തി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 100ഓളം ഹോം സ്റ്റേകൾ ഒരുക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് തീരസംഗമം നടക്കുന്നത്. ഒരുമയുടെ തീരസംഗമത്തിൽ തൃക്കരിപ്പൂർ, പടന്ന, വലിയ പറമ്പ്, അജാനൂർ, പള്ളിക്കര, ഉദുമ, ചെമ്മനാട്, കുമ്പള, മങ്ങൽപ്പാടി, മഞ്ചേശ്വരം പഞ്ചായത്തുകളിലെയും കാസർഗോഡ് നഗരസഭയിലെയും 2000-ൽ പരം കുടുംബശ്രീ അംഗങ്ങളാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നത്. വലിയ പറമ്പ് കോർണിഷ് ബീച്ചിൽ ഒരുക്കിയ തീരസംഗമം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഹോം സ്റ്റേ സംരംഭം ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ TT സുരേന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. കാസർഗോഡ് നഗരസഭ അധ്യക്ഷൻ അബ്ബാസ് ബീഗം, കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ C ഹരിദാസ്, വലിയപറമ്പ് CDS അധ്യക്ഷ EK ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. സംഗമത്തിന്റെ ഭാഗമായി കുടുംബശ്രീ എന്ന വിഷയത്തിൽ സെമിനാറും ലഹരിമുക്ത ക്ലാസും സിനിമാ പ്രദർശനവും കുടുംബശ്രീ CDS അംഗങ്ങൾ അവതരിപ്പിച്ച കലാസന്ധിയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഭാഗ്യാന്വേഷികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ലോട്ടറി വിൽക്കുന്നവർക്കിത് സുവർണകാലം. സംസ്ഥാനത്തുള്ളവർ മാത്രമല്ല, അന്യ സംസ്ഥാന തൊഴിലാളികളും ഭാഗ്യ പരീക്ഷണത്തിൽ മുന്നിലാണ്. ഭാഗ്യാന്വേഷികൾ കൂടി. ലോട്ടറി വിൽക്കുന്നവർക്ക് ഇത് സുവർണകാലം. സംസ്ഥാനത്തുള്ളവർ മാത്രമല്ല, അതിഥി സംസ്ഥാന തൊഴിലാളികളും ഭാഗ്യപരീക്ഷണത്തിൽ മുന്നിലാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇതര തൊഴിൽ മേഖലകൾ തളരുമ്പോഴും ലോട്ടറി മേഖല പുഷ്ടിപ്പെട്ടു വരുന്നത്. പലപ്പോഴും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയുണ്ടെന്ന് ലോട്ടറി കച്ചവടക്കാർ പറയുന്നു. നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും ലോട്ടറി വിൽപ്പന നടത്തുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. കടയിൽ വിൽക്കുന്നവരും അതുപോലെ നടന്നു വിൽക്കുന്നവർക്കെല്ലാം നല്ല ആനുകൂല്യങ്ങളാണ് സർക്കാർ നൽകുന്നത്. നല്ല കച്ചവടം നടക്കുന്നുണ്ട്. ലോട്ടറിനെ കൊണ്ട് കുടുംബം മാന്യമായ രീതിയിൽ കുടുംബം മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. നല്ല കച്ചവടമാണ് എല്ലാ ലോട്ടറിക്കാർക്കും നടക്കുന്നത്. ഹോൾസെയിലുകാർക്കും സാധാരണ കച്ചവടക്കാർക്കും നല്ല ലോട്ടറി കച്ചവടം നടക്കുന്നുണ്ട്. സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഭാഗ്യക്കുറി ടിക്കറ്റിൽ തട്ടിപ്പുകൾ ഉണ്ടാകില്ലെന്ന വിശ്വാസമാണ് ആളുകളെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിക്കുന്നതിന് കാരണമാകുന്നത്. കച്ചവടവും ജോലിയും കുറയുമ്പോൾ പലർക്കും പ്രതീക്ഷയുടെ കച്ചിത്തുരുമ്പാകുന്നത് ലോട്ടറിയാണെന്നും കച്ചവടക്കാർ ചൂണ്ടിക്കാട്ടുന്നു. അതിഥി തൊഴിലാളികളും ഭാഗ്യക്കുറി യഥേഷ്ടം വാങ്ങുന്നുണ്ട്. ഭാഷ അറിയില്ലെങ്കിലും അക്കങ്ങൾ ഒത്തുനോക്കി സമ്മാനമുണ്ടോയെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഇക്കൂട്ടർക്ക് സാധിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഭിന്നശേഷിക്കാരും ജീവിക്കാൻ മറ്റ് മാർഗങ്ങളൊന്നുമില്ലാത്തവരും മാത്രമാണ് ലോട്ടറി വിൽപ്പന രംഗത്തുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നിരവധി പേരാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. ക്ഷേമനിധിയിൽ അംഗങ്ങളായ ഭാഗ്യക്കുറി വിൽപ്പനക്കാർക്ക് നിരവധി ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ മാടായി കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഏകദിന സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. കണ്ണൂർ ഡെപ്യൂട്ടി കളക്ടർ KV ശ്രുതി ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ മാടായി കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഏകദിന സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. കണ്ണൂർ ഡെപ്യൂട്ടി കളക്ടർ KV ശ്രുതി ഉദ്ഘാടനം ചെയ്തു. വളരെ മികച്ച രീതിയിൽ ക്ലാസുകൾ സംഘടിപ്പിച്ചു വരുന്നു. നമ്മൾ ഈ
ഈ ഒരു ജീവിക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ്റെ ഒക്കെ ഒരു ഓവർലോഡിങ് അല്ലെങ്കിൽ വിവരത്തിൻ്റെ ഒരു വിസ്ഫോടനം ഉണ്ടാകുന്ന ഒരു കാലത്താണ്. ഈ ഒരു സമയത്ത് എങ്ങനെയാണ് നമുക്ക് വേണ്ടത് എന്താണ്, വേണ്ടാത്തത് എന്താണെന്നുള്ള ഒരു ചോയ്സ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ചോയ്സാണ്. കോളേജ് പ്രിൻസിപ്പൽ MV ജോണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കരിയർ ഗൈഡൻസ് സെൽ കോർഡിനേറ്റർ P രഞ്ജിത് കുമാർ, K സുജിത, KK ഫൽഗുനൻ, ഡോക്ടർ K രാജശ്രീ, MP സുനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ മാതമംഗലത്ത് വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. നിരവധി വ്യാപാരികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ മാതമംഗലത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് TP മുഹമ്മദ് ഹാജി, ജനറൽ സെക്രട്ടറി രമേശൻ ഹരിത, ട്രഷറർ ഖാദർ മൗലവി എന്നിവർ സംസാരിച്ചു. ഇങ്ങനെ വ്യാപാരികളെ എങ്ങനെയെല്ലാം ദ്രോഹിക്കാൻ പറ്റുന്നു ആ രീതിയിലൊക്കെ ദ്രോഹിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. GST ആയാലും അതുപോലെ തന്നെ ഏത് രീതിയിലുള്ള ടാക്സ്, നമ്മുടെ തൊഴിൽ നികുതി, അതുപോലെ തന്നെ നമ്മുടെ ബിൽഡിംഗ് ടാക്സ് എല്ലാം എങ്ങനെയെല്ലാം വ്യാപാരികളെ ദ്രോഹിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കറണ്ട് ചാർജ് വളരെ കൂടുതലായിട്ട് കൂട്ടിയിരിക്കുന്നത്. VK കുഞ്ഞപ്പൻ, M ജനാർദ്ദനൻ, KP രവീന്ദ്രൻ, KMB ഉണ്ണികൃഷ്ണൻ, പ്രിയംവദ ലക്ഷ്മണൻ, മുരുകൻ, ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കഴിഞ്ഞ അരനൂറ്റാണ്ടായി അടയ്ക്ക് പൊതിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പുത്തൂരിലെ ഒലക്കോടൻ ഗോപി. യന്ത്രങ്ങളുടെ കടന്നുവരവ് തങ്ങളുടെ ജോലിയിൽ ഇടിവുണ്ടാക്കിയിട്ടുണ്ടെന്നും ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ടായി അടക്ക ഉരിച്ചെടുക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പുത്തൂരിലെ ഒലക്കോടൻ ഗോപി. 14ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഈ ജോലി. ഇദ്ദേഹം ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്കുള്ള യാത്രകളായിരുന്നു നാളിതുവരെ. അടക്കയുടെ വില താഴ്ന്നു നിൽക്കുന്ന കാലത്ത് പോലും നല്ല തിരക്കായിരുന്നു. എന്നാലിപ്പോൾ യന്ത്രങ്ങളുടെ കടന്നുവരവ് തങ്ങളുടെ ജോലിയിൽ ഇടിവുണ്ടാക്കിയിട്ടുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു. പൊടിപടലങ്ങൾ നിറഞ്ഞതാണ് അടക്ക ഉരിക്കൽ ജോലി. 14 വയസ്സിൽ അടക്ക ഉരിക്കാൻ തുടങ്ങി. ഇപ്പം അടക്ക തേങ്ങ അടക്ക പഴക്കലുണ്ടായിരുന്നു. ഇപ്പം അതിന് വേണ്ട അടക്ക ഉരി മാത്രമേ ഉള്ളൂ. ഒന്നും കഴിവൊന്ന് വീണുണ്ട് ഇപ്പം ഞാൻ ഈ പണിക്കുകയാണ്. എന്നാലും മിഷൻ എല്ലാവർക്കും മിഷൻ വന്നിട്ടുണ്ട്. എന്നാലും പണി മോശമല്ല, അത് പോയി പോകുന്നുണ്ട്. മുഖം എത്ര മൂടിയാലും പൊടി ഉള്ളിൽ ചെല്ലും. ഓരോരുത്തർ ഓരോ ജോലി കണ്ടെത്തുമ്പോൾ താൻ തിരഞ്ഞെടുത്ത ഈ തൊഴിലിൽ സംതൃപ്തനാണ് ഗോപി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ കോളേജ് 1989-91 പ്രീ ഡിഗ്രി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സുകൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് പയ്യന്നൂർ കോളേജിലെ ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. M വിജിൻ MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികളെയാണ് വിളിക്കുന്നത്. പയ്യന്നൂർ കോളേജ് 1989-91 പ്രീ ഡിഗ്രി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സുഹൃത്തം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ കോളേജിലെ ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. പയ്യന്നൂർ കോളേജ് സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങ് M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു കൂട്ടായ്മ എന്ന വണ്ണം രൂപീകരിക്കുകയും ആ കൂട്ടായ്മയെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വരുന്നതിന് മുന്നേ നിങ്ങൾ കൂട്ടായ്മയുണ്ട്. ഒരുപാട് കൂട്ടായ്മകൾ രൂപീകരിക്കുന്നത് ഇപ്പോൾ ഈ വാട്സപ്പ് വന്നതിന് ശേഷമാണ്. പക്ഷെ അതിനെല്ലാം മുന്നേ തന്നെ ഒരു കൂട്ടായ്മയെ നിലനിർത്തുകയും അതിന് ഒരു ട്രസ്റ്റ് രൂപത്തിലേക്ക് മാറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കൂടി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ബാച്ചായി സുഹൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ഇന്ന് മാറിയിരിക്കുകയാണ്. പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VM സന്തോഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. K രാധ, രാജേഷ് മാവില, ഡോക്ടർ സ്വരൻ PR, അഭിനന്ദ് KV, സിന്ധു ഹരിദാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. പയ്യന്നൂർ താലൂക്ക് തല അദാലത്ത് ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അദാലത്തുകൾ പൊതുജന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന വേദിയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി അഭിപ്രായപ്പെട്ടു.
പൊതുജനങ്ങളുടെ പരാതിയിന്മേൽ അതിവേഗം പരിഹാരം കാണുന്ന ജനകീയ അദാലത്ത് മാതൃകാപരമായി. CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗവും കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ KP വത്സലൻ അന്തരിച്ചു. ദീർഘനാളായി ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. 15 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ചെറുതാഴം കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ശനിയാഴ്ച മുച്ചിലോട്ട് ഭഗവതി അരങ്ങിലെത്തും. പെരുങ്കളിയാട്ടത്തിന്റെ 3ാം ദിനമായ വെള്ളിയാഴ്ച ഭഗവതിയുടെ പന്തൽ മംഗലത്തിന്റെ സ്മൃതിയിൽ മംഗലക്കുഞ്ഞുങ്ങൾ അരങ്ങിലെത്തി. മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചതോറ്റത്തോടൊപ്പമാണ് മംഗലക്കുഞ്ഞുങ്ങൾ ക്ഷേത്രമുറ്റത്തെത്തിയത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തും ഇൻകോയിസും സംയുക്തമായി പഞ്ചായത്തിലെ 10ാം വാർഡിൽ സുനാമി മോക്ക് ഡ്രിൽ ഒരുക്കി. ഒരു ദുരന്തമുണ്ടായാൽ ഏത് തരത്തിൽ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്താം എന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു മോക്ക് ഡ്രിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.